ഒന്നും എന്നോട് ചോദിച്ചിട്ടൊരു കാര്യമുള്ളതല്ലോ. ഞാൻ നിലവിൽ പാർട്ടിയിൽ അംഗത്വമില്ലാത്ത ഒരാളാണ്, പാർട്ടി നടപടി നേരിടുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ലല്ലോ ഞാൻ. അത് തീരുമാനിക്കുന്ന പാർട്ടിയല്ലേ. അത് പാർട്ടിയിൽ നടപടിയെടുത്ത ഒരാൾ എങ്ങനെയാണ് ആ വിഷയത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതികരണം നടത്തേണ്ടത് ഞാനല്ല. അത് പാർട്ടി, സ്വാഭാവികമായിട്ട് ഒരു പാർട്ടി എന്ന നിലയിൽ നിരവധി നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരെല്ലാവരും കൂടെ കൂടിയാലോചിച്ചിട്ടാണല്ലോ എല്ലാ തീരുമാനങ്ങളും എടുക്കുക. അപ്പോൾ അതുപോലെ അവർ തീരുമാനം എടുക്കുക. അപ്പം ഇപ്പോൾ ഞാൻ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്തും അത്തരം കാര്യങ്ങൾ, നിങ്ങൾ നേരത്തെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റിയൊക്കെ ചോദിച്ചു, ഞാൻ പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാലത്തും അത്തരം കാര്യങ്ങളെപ്പറ്റി അഭിപ്രായം പറയാൻ പറ്റുന്ന പദവിയിലിരുന്ന ആളല്ല ഞാൻ. അപ്പം പാർട്ടി ഒരു നടപടിയെടുത്ത് പുറത്തു നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കിപ്പോൾ അത്തരത്തിലുള്ള അഭിപ്രായം പറയാൻ യാതൊരു വിധമായ സ്പേസുമില്ല, വോയിസുമില്ല. മുൻപും ഞാൻ ആ തീരുമാനങ്ങൾ എടുത്തിരുന്ന ഒരു ഫോറത്തിൻ്റെ ഭാഗമായിരുന്ന ആളല്ല. ഞാൻ തീരുമാനങ്ങൾ അനുസരിച്ചിരുന്ന ഫോറത്തിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ പാർട്ടിക്ക് പുറത്ത് നിൽക്കുമ്പോഴും തീരുമാനങ്ങൾ അനുസരിക്കുന്ന ഒരു പാർട്ടി അനുഭാവിയാണ്. ഓക്കെ, താങ്ക് യു. 2 ദിവസമായി വന്ന ഫോൺ കോളുകളിൽ ഭൂരിഭാഗവും ഞാൻ പാർട്ടി മാറുന്നുണ്ടോ, പാർട്ടി വിട്ടു പോവുകയാണോ എന്നൊക്കെയുള്ള കളിയാക്കലുകളും വൈകാരികമായ ചോദ്യങ്ങളും ചർച്ചകളുമാണ്. അത് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകളുടെ അടുത്ത് എത്തിച്ചിട്ടുമുണ്ട്. അവരോടായി ഒരു കാര്യം പറയാം. എൻ്റെ പേര് ആർ ഇന്ദുചൂടൻ. എൻ്റെ അച്ഛൻ്റെ പേര് ആർ ഇന്ദുചൂടനാണ്. തലയും നട്ടെല്ലും പൊട്ടി രക്തം ചിന്തി മരിച്ചത് ഈ പാർട്ടിയിൽ നിന്നപ്പോഴാണെങ്കിൽ ഈ പാർട്ടിയാണ് എൻ്റെ രക്തം. ഒരു മറുചിന്ത കൊണ്ടോ പ്രകടനങ്ങൾ കൊണ്ടോ പ്രസ്ഥാനത്തെ സമ്മർദ്ദത്തിലാക്കുവാൻ ഞാനുണ്ടാകില്ല. എൻ്റെ വാക്കാണിത്. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട DC എന്ന് മെൻഷൻ ചെയ്തുകൊണ്ടാണ് വിജയ് ഇന്ദുചൂടൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വരുന്നത്. അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ കണ്ടത് രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം പാലക്കാട്ട് തിരിച്ചെത്തിയപ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ട് താൻ എന്നും പാർട്ടിയുടെ എളിയ ഒരു പ്രവർത്തകനായി, അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു അഭ്യുദയകാംക്ഷിയായി, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ചെയ്യുന്ന പിന്തുണക്കുന്ന വ്യക്തിയായി ഒക്കെ ഉണ്ടാകും. പാർട്ടിയെ ഇവിടെ ഞാൻ ഈ 2 പേരെയും ഇവിടെ എടുത്ത് സൂചിപ്പിക്കാനുള്ള കാരണം, ഇതാണ് പാർട്ടി, ഇതാണ് പ്രസ്ഥാനം എന്ന് മനസ്സിലാക്കി പാർട്ടിയെയും പ്രസ്ഥാനത്തെയും സ്നേഹിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ നമുക്കിടയിലുണ്ട്. അവരെ അഭിനന്ദിക്കുകയല്ലാതെ വേറെ വഴിയില്ല, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ വിജയ് ഇന്ദുചൂടനായാലും പത്തനംതിട്ടയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു കരുത്തുറ്റ മുഖം, അതുപോലെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടെ സിറ്റിംഗ് MLA, അതോടൊപ്പം ഇതേ പത്തനംതിട്ടയിൽ നിന്നുള്ള നേതാവ്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ നേതാവ്, അങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാ സൗകര്യങ്ങളും എല്ലാ പിടിപാടുകളുമുള്ള ആളുകൾ സ്ഥാനാർത്ഥിയാക്കില്ല എന്നറിഞ്ഞിട്ട് ഒരു മറുവാക്ക് പോലും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, തന്നെ പറ്റി വിജയ് ഇന്ദുവിനെ പറ്റി ചില ആളുകൾ ചിലതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോൾ അങ്ങനെയല്ല, അവസാന ശ്വാസം വരെ പാർട്ടിയുടെ പ്രവർത്തകനായി ഉണ്ടാകുമെന്ന് തുറന്ന് പറഞ്ഞ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനല്ല, പാർട്ടിയുടെ മേൽ ചോദ്യങ്ങൾ ചോദിക്കാനല്ല, പാർട്ടിയെ വെല്ലുവിളിക്കാനല്ല, എനിക്ക് സീറ്റ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാനല്ല, ഞാൻ പണ്ടെൻ്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ ആ ആനപ്പുറത്തിരുന്നതിൻ്റെ തഴമ്പ് തൻ്റെ ചന്തിയിൽ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നത് പോലെ താൻ പഴയ ഗർജിക്കുന്ന സിംഹമാണ് എന്നൊന്നുമല്ല. ഗർജിക്കുന്ന സിംഹമായ കാലത്ത് അത്തരക്കാർക്ക് പാർട്ടി കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട്. MLA ആക്കിയിട്ടുണ്ട്, MP ആക്കിയിട്ടുണ്ട്, മന്ത്രിയാക്കിയിട്ടുണ്ട്, അങ്ങനെ എല്ലാ സ്ഥാനങ്ങളും നൽകിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ എല്ലാ പാർട്ടിയിലും ഉണ്ട് കേട്ടോ, എല്ലാ പാർട്ടിയിലുമുണ്ട് ഇത്തരക്കാരിൽ ചില ആളുകൾ. സ്ഥാനാർത്ഥിത്വം ലഭിക്കില്ല എന്ന് കാണുമ്പോൾ മറുകണ്ഠ ചില ആളുകളുടെ ചില ജെന്യൂനായ കൂടുമാറ്റങ്ങളുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൽ ഭൂരിപക്ഷവും അങ്ങനെയല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചില ആളുകൾ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു നേതാവ്, അയാൾ പാർട്ടിക്ക് പുറത്ത് നിൽക്കുമ്പോഴും ശക്തനായിരുന്നു, ജനപിന്തുണയുള്ളവരായിരുന്നു, എല്ലാ പ്രാപ്തിയുമുള്ളവരായിരുന്നു. എന്നിട്ടും അയാൾ പാർട്ടിയെ വെല്ലുവിളിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്.
പാർട്ടി പറഞ്ഞതിനപ്പുറത്തേക്ക് പാർട്ടി പറഞ്ഞു നീ പുറത്ത് നിൽക്ക്, പുറത്ത് നിന്നു എന്നല്ലാതെ ആ പുറത്ത് നിന്ന് ഓടിക്കളിക്കുവാനോ അല്ലെങ്കിൽ പുറത്ത് നിന്ന് മറ്റ് ക്ലാസ് മുറികളിലേക്ക് പോയി കയറുവാനോ ആ പുറത്ത് നിന്ന് മറ്റുള്ള ആളുകളുമായി ചർച്ച ചെയ്യാനോ ഒന്നിനും അയാൾ നിന്നില്ല. അയാൾ പുറത്ത് നിന്നപ്പോഴും അയാളുടെ മനസ്സ് അകത്ത് കയറാനായിരുന്നു. എന്ന് പറഞ്ഞാൽ തന്നെ ഏത് ക്ലാസ് മുറിയിൽ നിന്നാണോ പുറത്താക്കിയത് അതേ ക്ലാസ് മുറിയിലേക്ക് കയറാനായിരുന്നു അയാളുടെ മനസ്സ് വെമ്പൽ കൊള്ളത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്തരം ചില ചെറുപ്പക്കാരുണ്ട്. ഞാനിതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് ലഭിക്കാത്തതിൽ, അതുപോലെ രാഹുൽ മാങ്കൂട്ടം സിറ്റിംഗ്സ് MLA ആണ്, എന്നിട്ട് പോലും സീറ്റ് ലഭിക്കാത്തതിൽ നമുക്ക് വലിയ വേദനയുണ്ട്. പക്ഷെ അവിടെയും ചില കാരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റ് ചില യുവജനങ്ങളിൽ പെടുന്ന അല്ലെങ്കിൽ സീനിയറായിട്ടുള്ള ചില നേതാക്കന്മാരുണ്ട്, സീറ്റ് നിഷേധിക്കപ്പെട്ട ആളുകൾ, അവരുടെ കാര്യത്തിലും നമുക്ക് വേദനയുണ്ട്. പക്ഷേ അവിടെയും എന്താണ്, അവിടെയും ഈ പറയുന്ന ഞാൻ കാരണം ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവരെയൊക്കെ കേരളത്തിലെ 3 കോടി 3.5 കോടിയൊക്കെ വരുന്ന ജനങ്ങളിൽ ഒരാളാണ് അല്ലേ. ഈ പാർട്ടിയുടെ ലേബൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവരൊക്കെ ഈ നമ്മളെപ്പോലെ ആരാരും അറിയപ്പെടാത്ത ഒരു സാധാരണ മനുഷ്യനായിട്ട് കേരളത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിൽ ജീവിച്ച് തീരേണ്ട ആളുകളാ. അവർക്കൊക്കെ ഊരും പേരും അഡ്രസ്സും നൽകിയത് പാർട്ടിയാണ് അല്ലേ. അത് ബോധ്യമുള്ള ആളുകളുമുണ്ട്, ബോധ്യമില്ലാത്ത ആളുകളുമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതേക്കുറിച്ച് ബോധ്യമുള്ളവരും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളൊന്നെടുത്ത് പരിശോധിക്കുക. അയാളെ പാർട്ടി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നു. അതിനു മുമ്പ് ഒരുപാട് സ്ഥാനമാനങ്ങൾ നൽകുന്നു. ഒടുവിലായിട്ട് അയാൾ രാജിവെക്കുന്ന സമയത്തുണ്ടായിരുന്നത് അയാൾക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനമാണ്. അതുപോലെ പാലക്കാടിൻ്റെ MLA ആക്കുന്നു അയാളെ പാർട്ടി അല്ലേ. അതുകൊണ്ട് തന്നെ ആ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അതിനേക്കാളൊക്കെ ഉപരി സ്ഥാനമാനങ്ങളും കസേരകളും മോഹിച്ചല്ല ഇവരൊക്കെ പാർട്ടിയിലേക്ക് എത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ഇവരാരും തയ്യാറായില്ല എന്നുള്ളതാണ് അല്ലേ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് രാഹുലേ നിന്നെ പാർട്ടി മത്സരിപ്പിച്ചില്ലെങ്കിൽ നീ പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കണം എന്നാവശ്യപ്പെട്ട ആയിരങ്ങളുണ്ട്, ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതിൽ പാലക്കാട്ട് നിന്ന് പുറത്തുള്ളവരുമുണ്ട്, പാലക്കാട്ട് നിന്ന് അകത്തുള്ളവരുമുണ്ട്. ഇനി രാഹുൽ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അത് പറഞ്ഞത് തന്നെയാ. പക്ഷേ അത് അയാൾ ചെയ്തില്ല. അയാളത് അപ്പോഴത്തെ ഒരു അറസ്റ്റിൻ്റെ വാശിക്ക് അയാൾ പറഞ്ഞു ഞാൻ തിരിച്ചെത്തും, സ്വതന്ത്രനായി മത്സരിക്കുമെന്നല്ല പറഞ്ഞത്, മത്സരിച്ചാലും താൻ വിജയിക്കും എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? അയാൾക്ക് ഇപ്പോഴും അത്ര പിന്തുണ പാലക്കാടുണ്ട്. അത്രയും ജനങ്ങൾക്ക് ഇപ്പോഴും അയാൾ സ്വീകാര്യനാണ് പാലക്കാട്. അങ്ങനത്തെ രാഹുൽ ഇത്രയും ആളുകളൊക്കെ വിളിച്ച് ആവശ്യപ്പെട്ടിട്ടും നീ സ്വതന്ത്രനാവണം, പാർട്ടി സീറ്റ് തന്നില്ലെങ്കിൽ നീ സ്വതന്ത്രനാവണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാതെ രാഹുൽ മാങ്കൂട്ടം ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് വിജയിക്കുമെന്ന് പ്രതീക്ഷയില്ലാഞ്ഞിട്ടല്ല, വിജയിക്കുമെന്നുള്ള ഉറപ്പുണ്ടായിട്ടും പാർട്ടിയെ മറികടന്ന് മറ്റൊരു നീക്കത്തിലേക്ക് അയാൾ കടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ അയാൾക്ക്. അത് പാർട്ടി അയാൾക്ക് എല്ലാമായി ഒരു തികഞ്ഞ പാർട്ടിക്കാരനായതുകൊണ്ട്. ഞാൻ അയാളുടെ വാക്ക് തന്നെ ഉദ്ധരിക്കുകയാണെങ്കിൽ പാർട്ടിക്ക് വേണമെങ്കിൽ എന്നെ പുറത്താക്കാം, പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് പാർട്ടിയെ പുറത്താക്കണോ എന്ന് വേണ്ടത് തീരുമാനിക്കുന്നത് ഞാനാണ് എന്ന് പറഞ്ഞതുപോലെ അയാളുടെ ഉള്ളിൽ നിന്ന് അയാൾ പാർട്ടിയെ പുറത്താക്കാൻ തീരുമാനിച്ചിട്ടില്ല. അത് ആർക്കും എടുത്ത് പുറത്ത് കളയാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അയാൾ പറയുന്നു, പാർട്ടിക്ക് പുറത്തു നിന്നുകൊണ്ടും അയാൾ പറയുന്നു ജീവിതകാലം മുഴുവൻ പാർട്ടിക്ക് പുറത്ത് നിൽക്കാനാണ് പാർട്ടി തന്നോട് ആവശ്യപ്പെടുന്നതെങ്കിൽ അങ്ങനെ, പക്ഷേ പാർട്ടിക്ക് പുറത്ത് നിൽക്കും എന്നല്ലാതെ മറ്റൊരു വേറെ എവിടെയും ചെന്ന് കയറില്ല. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്ക് പുറത്ത്, അതാണ് ലേബൽ. കോൺഗ്രസ് പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം, അല്ലാതെ മറ്റെവിടെയെങ്കിലും കയറി ചെന്നു, ഇവിടെ നിന്ന് പുറത്താക്കിയത് കൊണ്ട് എവിടെയെങ്കിലും കയറി ചെന്നു എന്നുള്ള ഒരു രാഹുലായി മാറില്ല. അതാണ് ഞാനും പറയുന്നത്. അതുപോലെയാണ് ഇപ്പോൾ ഈ വിജയ് ഇന്ദുചൂടനൊക്കെ വലിയ വികാരാധീനനായിക്കൊണ്ട് വിജയ് ഇന്ദുചൂടനൊക്കെ പറഞ്ഞാൽ വളരെ പൊട്ടൻഷ്യലുള്ളൊരു നേതാവാണ്. അയാൾ പറയുന്ന വാക്കുകൾ
നമുക്ക് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം എന്താ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചില സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിൽ പിന്നെ ചിലരൊക്കെ അയാളെ വിളിച്ച് ഇങ്ങനെ ആവശ്യമില്ലാതെ പരിഹസിക്കുക, അല്ല അയാളെപ്പറ്റി അപവാദം പറഞ്ഞുണ്ടാക്കുക. അപ്പോൾ അയാളൊരു മറുപടി പറഞ്ഞതാ, ഈ പാർട്ടിക്ക് വേണ്ടി പാർട്ടിയിൽ നിന്നുകൊണ്ട് രക്തം ചിന്തിയ എൻ്റെ അച്ഛൻ്റെ ഹിന്ദുചൂടൻ്റെ മകനാണ്. അതുകൊണ്ട് അവസാന ശ്വാസം വരെയും പാർട്ടിയുടെ വിലക്കുകൾ അല്ലെങ്കിൽ പാർട്ടിയുടെ മതിൽക്കെട്ടുകൾക്കപ്പുറത്തേക്ക്, പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലേക്ക്, പാർട്ടിയെ ചെളിവാരി എറിയുന്ന രീതിയിലേക്ക് തൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല എന്ന് ആവർത്തിച്ച്, അതും ഒരു യുവജന നേതാവ് വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണോ നട്ടല്? ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നെ കോൺഗ്രസ് പാർട്ടിക്കടക്കം ഇന്ന് വരെ കാണാത്ത നേതാക്കന്മാർ, ജീവിതായുസിൽ നിങ്ങൾ ആരും കണ്ടിട്ടാവില്ല, ഇന്നിപ്പോൾ വാർത്തയിൽ മറുകണ്ഠം ചാടിയ കോൺഗ്രസ് നേതാക്കൾ എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് വരുന്ന ചില ആളുകളുടെ ചിത്രങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. ഇവനൊക്കെ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളത് പോലും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ആളുകളൊക്കെ മറുകണ്ഠം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുക. എന്താ കാര്യം? സീറ്റ് കിട്ടിയില്ല. ഇവനിക്കൊക്കെ സീറ്റ് കൊടുത്തിട്ട് എന്തിനാ ആത്മഹത്യ ചെയ്യാൻ പോകുവാനാണോ? അപ്പം അവിടെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകൾ വ്യത്യസ്തരാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെയും പറഞ്ഞു നിങ്ങളോട്, ചില ആളുകൾ ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയെ വെല്ലുവിളിക്കുകയും പാർട്ടിയെ അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഇവർ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുന്നവരാകും എന്നുള്ള സംശയം എൻ്റെ മനസ്സിൽ വരുന്നത്. അല്ലേ, പിന്തുണക്കണമെങ്കിൽ അയാൾ പറഞ്ഞ രീതിയിൽ അയാളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയണം, അയാൾ പറയുന്ന അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയണം. ഇതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് പിന്തുണയാ?